ഇന്നലത്തെ ലൈവില് ഞാൻ കുട്ടിച്ചൂര മീൻ പൊള്ളിക്കുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുട്ടിച്ചൂര പൊള്ളിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കടപ്പുറത്തുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കുട്ടിച്ചൂര മീൻ പൊള്ളിച്ച് കഴിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ കയ്യിലിരിക്കുന്ന കുട്ടിച്ചൂര ഉണ്ടല്ലോ, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ചെയ്തിരിക്കുന്നത് കുടലും പൂവും എടുത്ത് മാറ്റി ഈ കുട്ടിച്ചൂരയുടെ ഈ മുതുകു ഭാഗം കണ്ട ഇത് രണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കീറിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ ഭാഗം കണ്ട, ഈ രണ്ട് സൈഡും കീറി വെച്ചിരിക്കുന്നുണ്ട് ലൈനിട്ട്. കുറച്ച് ആഴത്തിൽ വേണം ലൈൻ ഇടാനായിട്ട്, കാരണം മസാല ഇറക്കാനുണ്ട് കേട്ടോ അതിനകത്ത്. പച്ചമുളക്, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, പിന്നെ സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളിയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടിച്ചൂര പൊള്ളിക്കാനുള്ള മസാലയെ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് മിക്സിയിലിട്ട് 1, 2, 3 അടി മാത്രം അടിച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് ഒന്നും ആകാൻ പാടില്ല കേട്ടോ. ഈ പരുവത്തിലാക്കി എടുക്കണേ. അപ്പൊ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിച്ചൂരയുടെ ഉള്ളിൽ ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒരു കുട്ടിച്ചൂരയ്ക്കുള്ള മസാലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട 2, 3 പച്ചമുളക്, ഇഞ്ചി കാര്യങ്ങളൊക്കെ ഒരു കുട്ടിച്ചൂര പൊള്ളിക്കാനുള്ള സാധനമാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കുട്ടിച്ചൂര വാങ്ങുന്നോ അതനുസരിച്ചിട്ട് വേണം നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ കുട്ടിച്ചൂരയുടെ ഉള്ളിൽ മസാല സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ കണ്ടല്ലോ. അടിയിലായിട്ട് ഇറക്കി വെക്കണം മസാല കേട്ടോ. അപ്പൊ ഇത് എണ്ണയിലിട്ട് പൊരിച്ചാണ് എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഴ ഇല വാങ്ങിച്ച് നമ്മൾ മീൻ തവ ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഫെസിലിറ്റീസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ രീതിക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കടപ്പുറത്തുകാർ പ്രധാനമായിട്ടും ഇതിന്റെ കൂടെ കപ്പ, അതുപോലെ പഴം, കഞ്ഞി ഇതൊക്കെ കഴിക്കാനായിട്ടാണ് ഈ കുട്ടിച്ചൂര ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടുകാർ മറക്കരുത്, ഇതുപോലെ രീതിക്ക് വേണം ചെയ്തെടുക്കാൻ. നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് പൊള്ളിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കുട്ടിച്ചൂര എന്നറിയപ്പെടുന്ന നമ്മുടെ പൊള്ളല് മീൻ പൊള്ളിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ കഴിക്കാൻ പോകുന്നത് കഞ്ഞിയാണ്. നമ്മുടെ കടപ്പുറത്തുകാർ പ്രധാനമായിട്ടും ചെയ്യുന്നത് കഞ്ഞി അല്ലാന്നുണ്ടെങ്കിൽ കപ്പ. ഇത് രണ്ടുമാണ് ഈ കുട്ടിച്ചൂര മീനിന്റെ കൂടെ കഴിക്കാനായിട്ട് എടുക്കുന്നത്. നമുക്കൊന്ന് കഴിച്ചോ, നമ്മൾ സ്ഥിരം കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കുട്ടിച്ചൂര മീന് കാണുന്നുണ്ടോ? മസാല കാണിച്ചു കൊടുത്ത് കണ്ടോ? ഈ മസാലയൊക്കെ കണ്ടോ? ഇതുപോലെ ഒരു പീസ് എടുത്ത് എങ്ങനെ കഴിച്ചു നോക്കണം കേട്ടോ നിങ്ങൾ. കണ്ട മീനിനെക്കാളും ടേസ്റ്റ് ഈ മസാലയ്ക്കാണ് കേട്ടോ. മസാല നമ്മൾ ക്വാണ്ടിറ്റി കുറവല്ലേ, നിങ്ങൾ കൂടുതലിട്ട് കഴിച്ച് കാണിക്കും. ഇതിന്റെ മസാലയൊക്കെ കണ്ടോ? അതുകൊണ്ട് വെറുതെ കഴിക്കാം ഈ മസാല.